ഹായ് ഫ്രണ്ട്സ്, എവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും സൂപ്പർ ടേസ്റ്റിയുമായ കോക്കനട്ട് ലഡുവാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. ഫെസ്റ്റിവൽ സീസണിൽ മാത്രമല്ല, നമുക്ക് സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് നമ്മുടെ ഈ കോക്കനട്ട് ലഡു. ഇത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ചിരകി വച്ചിരിക്കുന്ന 2 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല പൊടിയായിട്ട് വേണം തിരികെയെടുക്കാൻ, കഷ്ണങ്ങളായിരുന്നു കാണരുത്. അതിന് വേണമെങ്കിൽ നമുക്കൊരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ച ശേഷം ഒന്ന് വറുത്തെടുക്കാം. നല്ല മൂപ്പുള്ള നാളികേരമാണ് ഞാൻ ഇതിനെ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയിലുള്ള ജലാംശമൊക്കെ നന്നായിട്ട് മാറി ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയം നമ്മൾ തീ വളരെ ലോയിൽ വേണം വയ്ക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാൻ. ഇപ്പം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം മാറ്റി വയ്ക്കാമേ. ശേഷം ഇതിൽ 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ചൂടായി തണുത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നവരെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ആ രീതിയിലായിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഫ്ലേവറിന് ആവശ്യമായ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം, അതായത് ചെറു ചൂടോടുകൂടി നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഉരുട്ടിയെടുത്ത ബോൾസിനെ നമുക്ക് നേരത്തെ മാറ്റി വെച്ച് വറുത്തപ്പോൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിരുന്നല്ലോ, ഡെസിഗ്രേറ്റഡ് കോക്കനട്ട്. അപ്പോൾ അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കോക്കനട്ട് ലഡു തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിലും വളരെ രുചിയോടുകൂടി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.